സുഖം കിട്ടുമ്പോൾ ആരെങ്കിലും പ്രതികരിക്കുമോ എന്നുള്ളതാണ്. ഇത് ഒരു സ്ത്രീക്ക് വരുന്ന ഒരു റിയാക്ഷൻ ആണെങ്കിൽ സ്ത്രീകള് പ്രതികരിക്കാൻ ബുദ്ധിമുട്ടും. അത് ഇവിടെ ഇപ്പൊ നടന്ന ഒരു കാര്യമാണ്. ഞാനത് ഇമ്മീഡിയറ്റ്ലി പ്രതികരിക്കുന്നു. അത് വളരെ മോശമായ ഒരു ഈ സ്ത്രീക്കുള്ള അതേ ഡിഗ്നിറ്റി ഈ പുരുഷനും നിയമങ്ങളും സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളാണ്. പക്ഷേ സുപ്രീം കോടതി, നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ ഇവിടെ പറഞ്ഞു, പല കേസസിലും ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി. ഷിംജിത ദീപക് ഇഷ്യൂ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് അത് ഡീറ്റെയിൽ ചെയ്യേണ്ട കാര്യമില്ല. അതിനെ തുടർന്ന് ഷിംജിത ഇപ്പോൾ റിമാൻഡിലാണ് 14 ദിവസത്തേക്ക്. എന്നാൽ ഇതേ ഷിംജിതക്കെതിരെ പുതിയൊരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ്. ആ ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഷിംജിതക്കെതിരെ ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. പരാതി എന്ന് പറയുന്നത് അവരുടെ അനുവാദമില്ലാതെ അവരുടെ വിഷ്വൽസ്, അവരുടെ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു എന്നാണ് കംപ്ലൈന്റ്. കേട്ടു നോക്കാം.